പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തും വിധം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷൻ. ഈ പ്രതി ഒളിവിലെന്നാണ് വിവരം. ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് ആവശ്യപ്പെട്ടത് 15 കോടി രൂപയാണ്. ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് ജനുവരി 31 എന്നതാണ് വിവരം. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. അരുൺ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പോസ്റ്റിന് പിന്നിലാണ് ഇയാളാണോ? അതെ, അങ്ങനെ തന്നെയാണ് ദിവിഷ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായത് പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത് ഇങ്ങനെയാണ്. ജനുവരി 31 പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവും പാണക്കാട് ഹൈദരലി തങ്ങളുടെ മകനുമായ മൊയ്യീൻ അലി തങ്ങളെ ഈ ഫോട്ടോയും അവ്യക്തമായ ദൃശ്യങ്ങളുമെല്ലാം കാണിച്ച് ഇത്തരത്തിൽ പ്രതി ഭീഷണിപ്പെടുത്തുകയുണ്ടായി. 15 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് നൽകാൻ സന്നദ്ധമാവാത്തതിനെ തുടർന്ന് ഇത്തരത്തിൽ ഷാനു എന്ന വിധത്തിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇത്തരത്തിൽ ചിത്രങ്ങളൊക്കെ വ്യാജ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കേസ്. കാപ്പ കേസ് പ്രതി കൂടിയാണ് ഈ റോഷൻ. ഇയാൾ ഇപ്പോൾ നിലവിൽ ഒളിവിൽ കൂടിയാണ് പ്രതി. ഇയാൾക്കായുള്ള അന്വേഷണത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. അതായത് ഈ ഒരു അക്കൗണ്ടിലൂടെ വ്യാജ പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ സാദിഖ് അലി തങ്ങൾ മലപ്പുറം സൈബർ പോലീസിൽ പരാതി നൽകുന്നു. ലീഗ് നേതൃത്വം ഉൾപ്പെടെ രംഗത്ത് വന്ന് ഇത്തരത്തിൽ പരാതിയുമായി ആ മണിക്കൂറിൽ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. 31 ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായതിന് പിന്നാലെ ഏതെങ്കിലും നിയമ നടപടികളിലേക്ക് പോയിരുന്നോ? ഇയാളെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? വേറെ ഏതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണോ? ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണോ? കാപ്പ കേസ് പ്രതിയാണ് ഇയാൾ. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ നൽകിയ പരാതിയിൽ കൂടിയാണ് ഈ വിവരങ്ങൾ പോലീസിന് മുമ്പാകെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതി ഇതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ദിലീഷ്, നിലവിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺ നൽകുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തും വിധം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷൻ ആണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ഇയാൾ ഒളിവിലാണ്. ഈ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ കാണിച്ച് 15 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നതാണ് വിവരം. ഇപ്പോൾ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയാണ്. അരുൺ, ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? മറ്റ് പശ്ചാത്തലത്തിൽ പരിശോധനകൾ പോലീസ് നടത്തുകയാണോ? അത്തരത്തിലുള്ള പശ്ചാത്തലത്തിലൂടെ തന്നെയാണ് പോലീസ് കടന്നുപോയിരിക്കുന്നത്. കാരണം കാപ്പ കേസ് പ്രതി ആയതുകൊണ്ട് തന്നെ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് മുന്നിലുണ്ട്, ഇയാളുടെ പശ്ചാത്തലവും പോലീസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രതിയിലേക്ക് എത്താൻ അധികം പ്രയാസം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിഗമനം. അപ്പോൾ പോലീസ് ഇയാളെ ഉടനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെ ഊർജിതമായ അന്വേഷണം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മൊയ്യീൻ അലി തങ്ങളുടെ ഉൾപ്പെടെ നൽകിയ വിവരങ്ങൾക്ക് പിന്നാലെ തന്നെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. നേരെ തന്നെ വിവാദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു പശ്ചാത്തലം കൂടിയാണ് മുന്നിലുള്ളത്. അതിന് പിന്നാലെ തന്നെയാണ് അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് പോലീസ് രംഗത്തെത്തുന്നത്. മലപ്പുറം സൈബർ പോലീസിൽ അന്ന് രാത്രി തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പരാതി നൽകിയിരുന്നു. ഒപ്പം തന്നെ ലീഗ് നേതൃത്വം പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ മുസ്ലിം ലീഗ് പരാതി നൽകിയിരുന്നു. പിന്നാലെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇപ്പോഴാണ് നേരത്തെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ ഭീഷണിപ്പെടുത്തിയിട്ട് ഉൾപ്പെടെയുള്ള പശ്ചാത്തലങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ പ്രതി തന്നെ നേരത്തെ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ബന്ധു കൂടിയായ മൊയ്യീൻ അലി തങ്ങളെ നേരിട്ട് വിളിച്ച് ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് പണം നൽകാനോ ഒന്നും തന്നെ ഇവർ തയ്യാറാക്കുന്നതിനെ തുടർന്ന് ആ ഒരു വൈരാഗ്യത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അന്ന് ആ ഭീഷണി അല്ലെങ്കിൽ ഇങ്ങനെ പണം ആവശ്യപ്പെട്ട സമയത്ത് പോലീസിനെ അറിയിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് വന്നത് മണിക്കൂറുകൾക്ക് തന്നെ ആ പോസ്റ്റ് അപ്രത്യക്ഷമാവുകയും കണ്ടു. പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ശക്തമായ പോലീസ് നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. എല്ലാവരും ഇതിലെന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? അത് തെറ്റായ ഒരാളെ തേജോവധം ചെയ്യുന്ന നിലയിൽ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് എതിരാളികൾ പോലും കൃത്യമായ ആ നിലപാടെടുത്താണ് മുന്നോട്ട് പോയത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം വേഗത്തിൽ പോയതുകൊണ്ടാണ് അയാളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഈ ആദ്യം ഭീഷണിപ്പെടുത്തിയ സമയത്ത് എന്തെങ്കിലും വിധത്തിൽ പോലീസിന് അന്വേഷണം ഉണ്ടായിരുന്നിട്ടുണ്ടോ? ഇയാൾ നേരത്തെ മറ്റാരെങ്കിലും ഇതേപോലെ ഇത്തരത്തിൽ ചിത്രങ്ങൾ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി പൈസ ആവശ്യപ്പെട്ടതായിട്ടൊക്കെ ഉള്ള വിവരങ്ങളുണ്ടോ? അത്തരം അന്വേഷണം തന്നെയാണ് അനിവാര്യമായി നടക്കേണ്ടത്. അത്തരത്തിൽ പ്രതിയുടെ പശ്ചാത്തലം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടക്കുക തന്നെയാണ്. ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നത് ഈ പരാതിയുടെ കൂടെ തന്നെയാണ് ഈ വിവരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യം അത് അന്ന് ഒരുപക്ഷെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാകില്ല. പക്ഷെ ഈ പ്രചാരണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പരാതി കൂടി നൽകിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഈ വിഷയം. ശരി അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്. സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടയാൾ മുഹമ്മദ് റോഷൻ എന്നയാളാണ് എന്ന് മനസ്സിലായിരിക്കുന്നു. ഇയാൾ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. കാപ്പ കേസ് പ്രതിയാണ്. ഇയാളിപ്പോൾ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നതാണ് വിവരം.